ഇനി ദേശാഭിമാനിയെ പിടിച്ചുലച്ച കള്ളൻ വിജയൻ ലേഖന വിവാദത്തിൽ പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒന്നും തീരുന്നില്ല. എം സ്വരാജിനെ പിന്തുണച്ചിന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. വാരാന്ത പതിപ്പിന്റെ ചുമതല KR അജയനല്ല. ലേഖനം ദേശാഭിമാനി എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് ചോദിക്കാൻ മറ്റുള്ളവർക്ക് എന്ത് അധികാരമെന്നാണ് MV ഗോവിന്ദന്റെ ചോദ്യം. പതിപ്പിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം ഉൾക്കൊള്ളണം എന്തെല്ലാം ഉൾക്കൊള്ളണ്ട എന്നുള്ളത് ഇവിടെ പത്രക്കാരാൽ ഇരിക്കുന്നില്ലേ, അവരല്ലേ തീരുമാനിക്കുക. അതിൽ നിങ്ങളെന്തിനും ഇടപെടുന്ന സാമാന്യ മര്യാദ അനുസരിച്ച് മറ്റു മാധ്യമങ്ങൾ അങ്ങനെ ഇടപെടാറില്ല. കൃത്യമായിട്ട് സ്വരാജ് തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള സ്വരാജ് തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഇറങ്ങാൻ തീരുമാനിച്ചത് തിങ്കളാഴ്ചയായി പോയി എന്നുള്ളത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ ദിവസം പറഞ്ഞു സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടാണ്. ആ കാര്യങ്ങൾ പരിഹരിച്ചു, അവർ ഇറക്കുകയും ചെയ്തു. അല്ല, വാരാന്ത്യപ്പതി മൊത്തം ചുമതല ദേശാഭിമാനി എഡിറ്റോറിയൽ ബോർഡിനാണ്. അതിലൊക്കെ വിഭജിച്ചു കൊടുത്ത പ്രവർത്തനം മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് ചുമതലയൊന്നുമില്ല. അല്ലല്ല, KR അജയനൊന്നുമില്ല. ദേശാഭിമാനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിനാണ്. ആ എഡിറ്റോറിയൽ ബോർഡിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി സഹാക്കളുണ്ട്. അവരാരൊക്കെയാണ് അതിന്റെ ചുമതലക്കാർ എന്ന രീതിയിൽ നമ്മളിപ്പം വിശദീകരിക്കേണ്ട കാര്യമില്ല. ദേശാഭിമാനി വാരാന്ത പതിപ്പ് വൈകിയത് സംബന്ധിച്ച വാർത്തകളെല്ലാം തെറ്റെന്ന് നേരത്തെ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ സ്വരാജ് പറഞ്ഞിരുന്നു. ആ ലേഖനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടേ ഇല്ലെന്നായിരുന്നു സ്വരാജിന്റെ വിശദീകരണം. ഒന്ന്, പത്രം അച്ചടിച്ച് വിതരണം ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റ്. ഞങ്ങൾ അച്ചടിച്ചിട്ടില്ല. 2, VSന്റെ അനുസ്മരണം ഒഴിവാക്കി എന്ന ആരോപണം തെറ്റ്. അങ്ങനെയൊന്നും ആരും ചിന്തിച്ചിട്ടേയില്ല. 3, ഈ പറയപ്പെട്ട ലേഖനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അതും പൂർണ്ണമായി തെറ്റ്. പത്രം ഒരു ദിവസം അച്ചടിക്കാൻ വൈകി എന്നത് അന്ന് പറഞ്ഞതുപോലെ വിശദീകരിച്ചതുപോലെ സാങ്കേതിക കാരണങ്ങളാലാണ്.